ഹായ് ഓൾ, എല്ലാവരും എങ്ങനെ ഇരിക്കുകയാണ്? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. കുറച്ചധികം ദിവസമായി നിങ്ങൾ എന്നെ കണ്ടിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ കൊച്ചി വ്ളോഗിന്റെ കണ്ടിന്യൂഷൻ ആണ്. കോഴിക്കോട് പോയതാണ് കാണിക്കാൻ പോകുന്നത്. ഒരുപാട് സ്ഥലങ്ങൾ അവിടെ പോകാൻ പറ്റിയില്ല, മഴ ഞങ്ങളെ ചതിച്ചു. കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി, പക്ഷെ ആദ്യമായിട്ടാണ് ഞങ്ങൾ അവിടെ പോയത്. വളരെയധികം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. സോ ആ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. വരും നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ കൊച്ചിയിലുള്ള ടൗൺ റിച്ച് ഹോട്ടലിൽ നിന്ന് രാവിലെ 7:30 ചെക്കൗട്ട് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജോഷ് ജംഗ്ഷനുള്ള ആര്യഭവൻ ഹോട്ടലിലേക്ക് നടക്കുകയാണ്. ഹോട്ടലെത്തി. ഫുഡ് നല്ലതായിരുന്നു. ഇന്നലെയും ഇവിടെ നിന്നാണ് കഴിച്ചത്. അകത്ത് കയറി ചെല്ലുകയാണ്. ചേട്ടൻ ഓർഡർ ചെയ്തിട്ട് ഫോൺ സംസാരിക്കുകയാണ്. ഒരു സെറ്റ് പൂരിയും ഒരു പ്ലെയിൻ റോസ്റ്റുമാണ് ഓർഡർ ചെയ്തത്. രണ്ടും നല്ല ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു. കഴിച്ചിട്ട് നേരെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. അടുത്തായതുകൊണ്ട് നടന്നാണ് ചെന്നത്. ഞങ്ങൾ പോവാൻ പോകുന്നത് ഇനി കോഴിക്കോടിലേക്കാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തി. പ്ലാറ്റ്ഫോം 1 തന്നെയാണ് അവിടേക്ക് പോകാനുള്ള ട്രെയിന്. 8:45 അവിടെ എത്തി. 9:10 ട്രെയിന്. കറക്റ്റ് സമയത്ത് തന്നെ ട്രെയിൻ എത്തി. സ്റ്റാർട്ടിങ് എറണാകുളത്ത് നിന്നായതുകൊണ്ട് ആൾക്കാർ കയറുന്നേ ഉള്ളൂ. ഫൈനലി സേയിങ് ബൈ ടു എറണാകുളം. ശരിക്കും നല്ല സ്പോർട്സ് കാണാൻ കഴിഞ്ഞതിൽ വളരെ ആശ്വാസമാണ് ഞങ്ങൾക്ക് തോന്നിയത്. നല്ല പ്രകൃതി ആസ്വാദനയിൽ ഞാനും ചേട്ടനും കുറച്ചു നേരം സമയം ചെലവഴിച്ചു. ഇത് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബായിട്ടാണ് തോന്നിയത്. 4.5 മണിക്കൂറാണ് യാത്ര അവിടെ നിന്ന് എത്താൻ. ഫൈനലി കോഴിക്കോട് എത്താറായി. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. സോ നല്ല ത്രില്ലാണ് ഞങ്ങൾ രണ്ടാളും. ഈ കാണുന്നതാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ട്. അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടലിലേക്ക് പോവാണ്. കോഴിക്കോട് ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ഹോട്ടൽ ഡി ഗ്രാൻഡ് മലബാറിലാണ് റൂം ബുക്ക് ചെയ്തത്. ഞങ്ങൾ ഈ പാസ് ചെയ്ത് പോകുന്നത് മിഠായി തെരുവാണെന്ന് ഓട്ടോ ചേട്ടൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഹോട്ടലെത്തി. ശരിക്കും നല്ല ടയേർഡ് ഉണ്ട് രണ്ടാൾക്കും. ഒരേ ഇരുന്നുള്ള യാത്രയായതുകൊണ്ട് 3rd ഫ്ലോറിലായിരുന്നു ഞങ്ങളുടെ റൂം. ചേട്ടൻ ഓപ്പൺ ചെയ്യാണ്. ഇതാണ് റൂം. കൊച്ചിയിലെ സ്റ്റേ കമ്പയർ ചെയ്യുമ്പോഴേക്ക് റൂം ചെറുതായിരുന്നു, പക്ഷെ എന്നാലും ഓക്കെയാണ്. നല്ല ക്ലീൻ ആയിരുന്നു. റെസ്റ്റ് റൂമും നീറ്റ് ആയിരുന്നു. ഓവറോൾ ഞങ്ങൾക്ക് റൂം ഒരുപാട് ഇഷ്ടമായി. ഫ്രഷ് ആയിട്ട് ഓട്ടോ പിടിച്ച് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. കോഴിക്കോടുകാരുടെ അഭിമാനമായ പാരഗൺ ഹോട്ടലിലാണ് ഫുഡ് അടിക്കാൻ എത്തിയത്. ഇതാണ് ഹോട്ടലിന്റെ പുറത്തുള്ള ലുക്ക്. അകത്തെ സെറ്റപ്പ് ഇങ്ങനെയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം വലിയ ഹോട്ടലാണ്. തിരക്ക് കാരണം ഫ്രണ്ടിലെ ഡൈനിങ് ഫോട്ടോ പകർത്താൻ കഴിഞ്ഞില്ല. വന്ന സ്ഥിതിക്ക് കഴിച്ചിട്ട് തന്നെ പോവാന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ആ സമയത്ത് ഒരു ഫോട്ടോയും പകർത്തി. നല്ല വിശപ്പ്. സോ ചേട്ടൻ എന്തായെന്ന് ചെക്ക് ചെയ്യാൻ പോയേക്കാണ്. ഫൈനലി അകത്ത് AC ഡൈനിങ്ങിൽ തന്നെ സീറ്റ് കിട്ടി. എല്ലാവരും കഴിക്കുന്നതിൽ തിരക്കിലാണ്. ഞങ്ങൾക്കും ക്രേവിംഗ് തുടങ്ങി നന്നായിട്ട് തന്നെ. പാരഗൺ തുടങ്ങിയിട്ട് 85 വർഷമായെന്ന് കാണിക്കുന്ന പേപ്പർ ഷീറ്റ് ടേബിളിലുണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ലഗൂൺ ചിക്കൻ ബിരിയാണി, ഒരു ഊണ്, പിന്നെ സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് ആണ്. എന്തോ അവിടുത്തെ സ്പെഷ്യൽ ആണ്. വാവ്, ബിരിയാണി കാണാൻ തന്നെ നല്ല രസം. പ്ലസ് മണവും അച്ചാറും ചമ്മന്തിയും സാലഡും പപ്പടവും തരുന്നുണ്ട്. ഊണിന് വേണ്ടി സാമ്പാറും പുളിശ്ശേരിയും മീൻകറി തോരനും ഒക്കെ ചേട്ടനും വന്നിട്ടുണ്ട്. ടൈം ഫോർ ടേസ്റ്റിംഗ്. ശരിക്കും അസലായിരുന്നു. നോ വേർഡ്സ്. ബീഫും ഫസ്റ്റ് ക്ലാസ്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഊണ് ടേസ്റ്റ് ചെയ്യാൻ നിന്നില്ല. ലാസ്റ്റ് ഫൈനൽ ടച്ചായിട്ട് എൻ്റെ ഫേവറേറ്റ് ഡെസേർട്ട് ടെൻഡർ കോക്കനട്ട് പുഡിങ്ങും ഓർഡർ ചെയ്തു. ഇതേ പുഡിങ് തിരുവനന്തപുരത്തെ പാരഗൺ പോയാലും കഴിക്കാറുണ്ട്. വളരെ ടേസ്റ്റ് ആയിരുന്നു. ആൻഡ് അവിടെ നിന്ന് കഴിച്ചത് ഞങ്ങൾക്ക് രണ്ടാൾക്കും വളരെ തൃപ്തിയായി. നിങ്ങളും കോഴിക്കോട് വന്നാൽ ഇവിടെ വരാൻ ശ്രമിക്കുക. പാരഗണിന് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ ഇനി പോവാൻ പോകുന്നത് പഴശ്ശിരാജ മ്യൂസിയം കാണാനാണ്. ഈസ്റ്റ് ഹിൽ എന്ന സ്ഥലത്താണ് ഇതുള്ളത്. പൂവും വഴിയരികിലായി മരത്തിന് ചുറ്റുമായി ഒരു ഇരിപ്പിടം കാണാൻ കഴിഞ്ഞു. ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ യൂസ്ഫുൾ ആണിത്. അങ്ങനെ വി റീച്ച്ഡ് മ്യൂസിയം. നല്ല സൈലന്റ് അന്തരീക്ഷം, നേച്ചർ ലവിങ്. അകത്ത് നടന്ന് ചെല്ലുകയാണ്. 2 വശത്തായിട്ട് ചെടികൾ വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ മ്യൂസിയം കേരള ഗവൺമെന്റ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്നതാണ്. അകത്തെ എൻട്രൻസ് ഇതിലൂടെയാണ്. 20 രൂപയാണ് എൻട്രൻസ് ടിക്കറ്റ്. കയറി ചെല്ലുമ്പോൾ തന്നെ പഴയ കാലത്തിൽ ഉപയോഗിച്ച് കാളവണ്ടിയുടെ ഒക്കെ വീല് 2 വശത്തായിട്ട് വെച്ചിട്ടുണ്ട്. വലിയ വാളുകൾ, പലതരത്തിലുള്ള കല്ലുകൾ, വലുതും ചെറുതുമായി. ഇത് 17-ാം നൂറ്റാണ്ടില് യുദ്ധസമയത്ത് ബോംബായി ഉപയോഗിച്ചിരുന്നതാണ്. പിന്നെ മൈസൂരിയൻ ഇൻവേഷനെ കുറിച്ച് മലയാളത്തിലും ഇംഗ്ലീഷിലും ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ
പ്രകാശത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന വിളക്കുകളും കൂടാതെ വെള്ളം എടുക്കാൻ ഉപയോഗിച്ചിരുന്ന പൂട്ടും ദീപാരാധനയ്ക്കൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കിണ്ടി വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. രാജാക്കന്മാരും ബ്രിട്ടീഷുകാരും ഉപയോഗിച്ചുള്ള തൊപ്പി. ഇനി കാണാനിടയായത് കല്ലിലുള്ള പഴയ കാലത്തിൽ ആരാധിച്ചിരുന്ന ദൈവങ്ങളുടെ രൂപങ്ങളാണ്. ഈ കാണുന്നത് ഒരു അമ്പലത്തിന്റെ മോഡലാണ്. പഴയ കാലത്തിൽ ഉപയോഗിച്ചിരുന്ന മലയാള അക്ഷരങ്ങൾ ബോർഡിൽ കുറിച്ചിട്ടുണ്ട്. മെസ്സേജ് പാസ് ചെയ്യാനും ആവശ്യമായ ഡീറ്റെയിൽസ് എഴുതി വെക്കാനും ജാതകങ്ങൾ കുറിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഓലച്ചൂടിയാണ്. പല തരത്തിലുള്ളത് കാണാം. പഴയ മലയാള അക്ഷരം കല്ലുമേൽ ചെതുക്കിയിരിക്കുന്നത് കണ്ടു. ചെമ്പിന്റെ കത്തികൾ ശരിക്കും വളരെ വർത്താണ്. ഈ മ്യൂസിയം ഒരുപാട് കാണാനുണ്ട്. പറ്റിയതൊക്കെ ഞങ്ങൾ വീഡിയോ പകർത്തി. നിങ്ങളും കോഴിക്കോട് വന്നാൽ ഇവിടെ വരാൻ ശ്രമിക്കുക. ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ടയേർഡായി. ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും റൂമിലേക്ക് ഓട്ടോ കയറി. കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് വൈകിട്ട് ബീച്ചിൽ പോവാന്ന് വിചാരിച്ചപ്പോൾ മഴ ഞങ്ങളെ ചതിച്ചു. വേറെ ഓപ്ഷൻ ഇല്ലാതെ ഒരു കട്ടനും കുടിച്ചു. സങ്കടം മാറ്റാൻ അടുത്ത് തന്നെ ഒരു കടയിൽ കയറി. അതും കുടിച്ച് അടുത്തൊരു മാളിൽ ഞങ്ങൾ കയറി. പുറത്ത് തന്നെ ഫൗണ്ടെയിൻ കണ്ടു. കാണാൻ നല്ല ഭംഗിയുണ്ട്. വെള്ളം തെറിച്ച് വെളിയിൽ പോകുന്നത് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു. മാളിൽ കയറി ചെല്ലുകയാണ്. ഇത് പുറത്തെ കാഴ്ച. കയറി ചെന്നതും കൊച്ചുകുട്ടികളും മാള് ചുറ്റാനുള്ള വെഹിക്കിളിൽ ഇരുന്ന് പോണത് നല്ല കാഴ്ചയായിരുന്നു. അവർ എക്സൈറ്റഡ് ആണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഇന്ത്യ ഓസ്ട്രേലിയ മാച്ചിന്റെ ലൈവ് LED TV ഓടുന്നുണ്ട്. ഇതൊരു ചെറിയ മാളാണ്. 3 ഫ്ലോറാണ് ടോട്ടൽ ഉള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, എല്ലാ മോളിലും ഉള്ളതുപോലെ. പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലുള്ള പ്ലേ ഏരിയ കാണാൻ പോയി. പലതരം ഗെയിംസ് കുട്ടികളെ എൻഗേജ്ഡ് ആക്കാൻ കുട്ടികളും അവരുടെ പാരന്റ്സും എൻജോയ് ചെയ്യുന്നത് കാണാം. ഇവിടെ ഈ പ്ലേ ഏരിയയിൽ ഗെയിംസ് കളിക്ക് 650 ആണ് പേ ചെയ്യേണ്ടത്. അടുത്ത് തന്നെ ട്രെൻഡ്സ് ഉണ്ട്. ചുമ്മാ അകത്ത് കയറി വിൻഡോ ഷോപ്പിംഗ് നടത്തി. ഒന്നും വാങ്ങാൻ നിന്നില്ല. ഏത് മോളിൽ പോയാലും എനിക്ക് ഇഷ്ടമുള്ളത് ഈ മസാജിങ് സോണാണ്. ഞാൻ 20 മിനിറ്റ് മെഷീനിൽ ഇരുന്നപ്പോൾ ചേട്ടൻ പീസ്ഫുൾ ആയിട്ട് മാച്ചും കണ്ടു. ഫൈനലി പിക്ക് ഓഫ് ദ ഡേ ഇൻ കോഴിക്കോട്. ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും കണ്ടതൊക്കെ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരുപാട് ഇഷ്ടവുമായി. ഇനി ഞങ്ങൾ എവിടെ പോയെന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ഷെയറും ചെയ്യുക.